നമസ്കാരമുണ്ട്. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ? സംഭവം വേറെ ഒന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാവരും അതിൻ്റേതായ ഒരു ആലസ്യമൊക്കെ ആയിരുന്നു, വിഷുവൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളിൽ കാണേണ്ടി വരുന്നുള്ളൂ, എന്തെങ്കിലും പറയേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് വിഷുവിൻ്റെ അന്ന് വൈകുന്നേരമായപ്പോൾ സുധാകരന് തോന്നിയത് മൊത്തത്തിൽ ഒരു സമാധാനം ഒന്ന് കുളമാക്കി കളയാം എന്ന് പറഞ്ഞ് ചുമ്മാ തരുന്ന സുധാകരൻ്റെ വക ഒരു പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിഷുവിൻ്റെ അന്ന് വൈകുന്നേരമായപ്പോഴേ സദ്യയൊക്കെ ഉണ്ടായ ഒരു ആവേശത്തിലാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതായത് സി വേണുഗോപാൽ എന്ന അനിശ്ചിതനായ സംഘാടകൻ കൊണ്ട് കുറേ നേരം ഉണ്ട് ആ പോസ്റ്റ്. അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരണം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേരളത്തിലാണ് വേണ്ടത് എന്നുള്ള മട്ടിൽ സുധാകരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ചുമ്മാതെ കിടന്ന കായലിൽ കല്ലെടുത്തെറിയുമ്പോൾ അതിനകത്ത് ഓളുണ്ടാവുമല്ലോ, കല്ലുവന്ന് വീണാൽ അതിനകത്ത് ഒരു ഓളമുണ്ടോ? അല്ല പിന്നെ കാക്ക കൂട്ടി നമ്മൾ ചുമ്മാ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ കാക്കകളെല്ലാം പറന്നൊരു വേടുണ്ടാകും. അമ്മാതിരി ഒരു പരിപാടിയായിരുന്നു സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പോസ്റ്റ് വായിച്ചതോടുകൂടി, പോസ്റ്റ് വന്നതോടുകൂടി വി സതീശൻ അണികൾ ഉണരുകയാണ്. അതായത് അനിശ്ചിതനായ സംഘാടകൻ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയാതെ പറയുന്നതിൻ്റെ വകുപ്പ് എന്താണെന്നറിയാലോ? UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ വരും എന്നാണ് UDFൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ടാണല്ലോ ഈ പോസ്റ്റടക്കുമ്പോഴെല്ലാം നടക്കുന്നത്. സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാലും കുഴപ്പമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് പോസ്റ്റിട്ട പറഞ്ഞ അതേ സുധാകരനാണ് RC മാറ്റി സി വരട്ടെ എന്ന് പറയുന്നത്. സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ്. സി കണ്ണൂർ വെച്ചാണെന്ന് തോന്നുന്നു. സുധാകരൻ്റെ കാലിലൊക്കെ തൊട്ട് കെട്ടിയൊക്കെ പിടിക്കുന്നത് കണ്ട് അപ്പോഴേ നമുക്ക് തോന്നി വലുതെന്തോ വരാനിരിക്കുക. പിന്നെ വി സതീശനോട് സ്വാഭാവികമായും സുധാകരന് ഒരു ദേഷ്യം ഉണ്ടാവും. ഒന്ന്, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ പുറത്ത് അടിച്ചത് വി സതീശനാണ് എന്നൊരു വിചാരം സുധാകരനുണ്ട് എന്ന് തോന്നുന്നു. അതുമാത്രമല്ല, നമ്മൾ ഇവർ രണ്ടുപേരുടെ നടത്തിയ പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പത്രസമ്മേളനത്തിൽ നിന്നിരുന്ന് രണ്ടുകൂടെ അടികൂടിയതും ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ വി സതീശൻ വരുന്നവരോട് സുധാകരൻ്റെ താല്പര്യമില്ല. ഡിക്ക് വരും RC വരട്ടെ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു RC പോട്ടെ സി വരട്ടെ എന്നാണ്. അല്ലേ? രണ്ടക്ഷരം മസ്റ്റാണ്. ആരാണ് നിങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാലും അവരാദ്യം പറയും സി, RC, ഡി, അങ്ങനെ 2-3 പേർ ഇങ്ങനെ നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഈ മന്ത്രിസ്ഥാനം മോഹിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്ന MP-മാരുടെ ലിസ്റ്റ്, അപ്പോൾ അതിനകത്ത് സുധാകരൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി ഷാഫി പറമ്പിൽ വരെ നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒറ്റവർത്തനെ മത്സരിപ്പിക്കരുത് എന്ന നിലപാടെടുത്തതും വി സതീശനാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ദേഷ്യം സുധാകരൻ ഉണ്ടാകുക സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞു സി വരട്ടെ. സി ഏതാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. സി ഇനിയും അഥവാ മുഖ്യമന്ത്രിയായി സി വന്നാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം, MLA സ്ഥാനം രാജിവെക്കണം. അതിന് വരെ ആളിനെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എവിടെ? ഇരിക്കൂരിൽ. സജീവ് ജോസഫ് സിക്ക് വേണ്ടി ചാവേറാകാൻ എന്തിനും തയ്യാറായി നിൽക്കുന്നു എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. എന്തിനോ എന്തോ. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ ഉള്ളൂ, റിസൾട്ട് വരണം. മെയ് 4-നാണ് റിസൾട്ട് വരുന്നതും. ഇനിയുമുണ്ട് 10-15 ദിവസം. മന്ത്രിസഭ രൂപീകരിച്ച് മന്ത്രിമാരുടെ വകുപ്പും തീരുമാനിച്ചു കഴിഞ്ഞതുപോലെയാണ് UDFക്കാർ സംസാരിക്കുന്നത്. ഏതായാലും മൊത്തത്തിൽ രാഷ്ട്രീയ രംഗം, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ രംഗം ഒന്ന് ഉണർന്നിട്ടുണ്ട്. അതായത് കടുത്ത മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാണ് സർവേകളും ഇൻ്റലിജൻസും എല്ലാം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര് ജയിച്ചാലും ഒരു 75-76 സീറ്റ്, പരമാവധി 80 സീറ്റിനപ്പുറത്തേക്ക് പോയില്ല എന്നാണ് ഈ പറയുന്ന രാഷ്ട്രീയ വിദഗ്ധരും തിരഞ്ഞെടുപ്പ് വിദഗ്ധരും എല്ലാം പറയുന്നു. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തരംഗം ആഞ്ഞു വീശണം എന്ന് പറയുന്നു. 100 സീറ്റ് അല്ലെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന UDF നേതാക്കൾ പോലും ഇപ്പോൾ അത്ര ആത്മവിശ്വാസം പുലർത്തുന്നില്ല. ജയിക്കും 80 സീറ്റ് എന്നുള്ള നിലയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും അത്ര വലിയ മത്സരമാണ് കേരളത്തിൽ നടന്നത്. ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് ഏതാണ്ട് 10-16 സീറ്റുകളിൽ നടക്കുന്ന വലിയ മത്സരം. 16 സീറ്റുകളിൽ നടക്കുന്ന കടുത്ത മത്സരത്തിൽ മേൽക്കൈ നേടുന്ന മുന്നണിയായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നും പറയുന്നുണ്ട്. ഏതായാലും മെയ് 4 വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വി സതീശൻ പറഞ്ഞത് എല്ലാവരും പോയി കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് പോയി ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് പോയി കാവലിരിക്കണം എന്നൊക്കെയാണ്. അതായത് ഏതാണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതവരുടെ കാര്യം. 4-ാം തീയതി നമുക്ക് ജനത്തിൻ്റെ തീരുമാനം എന്താണെന്നറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കോൺഗ്രസിൻ്റെ കാര്യമാണ്. അതായത് രാഹുൽ ഗാന്ധി ഈ പുത്തരിക്കണ്ടത്ത് വന്ന് പറഞ്ഞത് നിങ്ങൾ സിംഗിൾ ഡാൻസ് കളിക്കരുത്, ഗ്രൂപ്പ് ഡാൻസേ കളിക്കാവൂ എന്നുള്ളതാണ്.
എന്നിട്ടിപ്പോൾ എന്തായി? സിംഗിൾ ഡാൻസാണ്. എല്ലാവരും ചെസ്റ്റ് നമ്പരും കുത്തി വന്നു നിന്ന് അവരുടെ പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഹരിപ്പാട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി പ്രവർത്തനവുമായി ജോലിയുമായി ഞാനൊക്കെ ചെന്നപ്പോൾ അവിടെ ഉള്ള എല്ലാവരും പറയുന്നത് 1-ാം നമ്പർക്കാർ ഹരിപ്പാട് വന്ന് നിൽക്കണം എന്നാണ്. അതായത് ജനം മൊത്തം പറയുന്നത് രമേശ് ചെന്നിത്തല ഞങ്ങളുടെ MLA കേരളത്തിന് മുഖ്യമന്ത്രിയാകണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ ചെന്നിത്തല പറയുന്നത് അതിൻ്റെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ അവിടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങൾ ആരും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഞാനടക്കം ആരും ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും. അതെല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസിലെ കീഴ്വഴി. വി ഡി സതീശനോട് ചോദിക്കുമ്പോഴും വി ഡി സതീശൻ പറയും എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ്. കെ സി വേണുഗോപാലോട് ചോദിക്കുമ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്, എല്ലാം ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കും. കേരളത്തിന് ഹൈക്കമാൻഡ് നിലവിൽ പുള്ളിയാണ്, അത് വേറെ കാര്യം. അത്തരം ചർച്ചകളിലൊന്നും ഞാൻ തൽപരനല്ല. ഞാൻ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല എത്തിരിക്കരുത്. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഏതായാലും ഇവരെല്ലാം ഇങ്ങനെ പറയും, പക്ഷേ ഇവർക്കെല്ലാവർക്കും വേണ്ടി ഓരോ സൈഡിൽ നിന്ന് നേതാക്കൾ രംഗത്തിറങ്ങിയാണ്. ബെന്നി ബെഹനാനടക്കമുള്ള മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കവും ചർച്ചയുമെല്ലാം ഇപ്പോഴേ നിർത്തിക്കൊള്ളണം, ഇത് ശരിയാവത്തില്ല, ഇത് പാർട്ടിക്ക് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് ബെന്നി ബെഹനാനടക്കമുള്ള നേതാക്കൾ കത്തെഴുതിയിട്ടുണ്ട്. ചില മുതിർന്ന നേതാക്കൾക്ക് മിണ്ടാട്ടമില്ല, മിണ്ടുന്നില്ല. രാജ്ഭവൻ ഉണ്ണിത്താനൊക്കെ പറയുന്നത് സ്ഥാനമാനങ്ങൾ തൊള്ളിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നു ചിലർ എന്നാണ്. ഉണ്ണിത്താനെ പോലുള്ള ചിലർ മാത്രമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന തീരുമാനവും നിലപാടും പ്രഖ്യാപിച്ചത്. അഭിനന്ദനാർഹമായ കാര്യം. MP-മാർ മത്സരിക്കാൻ ഇറങ്ങാനുള്ള ആ നീക്കത്തെയും ഉണ്ണിത്താൻ കണ്ണുമടച്ച് എതിർക്കുകയും ചെയ്തതാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് തിരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരാം. ലക്ഷണം കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴെ തന്നെ മന്ത്രിമാരാകാനുള്ള ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആളെ കൂട്ടാൻ MLA-മാരുടെ കൂടെ കൂട്ടാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഇതിനുള്ള ചരടുവലികൾ തുടങ്ങിയിരുന്നു. അധികാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലാത്ത കാലത്താണ് ഇതെല്ലാം കാണിക്കുന്നതെന്ന് കൂടെ ആലോചിച്ചോണ്ട്. അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് രമേശ് ചെന്നിത്തലിനെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ എന്നൊരു വർത്തമാനം ഉണ്ടായിരുന്നു. മൊത്തം സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണമാണ് അതിൽ കൂടുതലായി കാണുന്നത് എന്ന് കോൺഗ്രസിലുള്ളവർ പറയുന്നു. ഇന്നലെ വരെ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, O ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്ന പലരും ഇപ്പോൾ മറുകണ്ഠം ചാടി KC ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൽ ജയിച്ചു വരുന്ന MLA-മാരിൽ കൂടുതൽ പേരും KC വേണുഗോപാൽ അനുകൂലികളാകും. അവർ KC വേണുഗോപാലിന് വേണ്ടി കൈവക്കും എന്നും പറയപ്പെടുന്നു. ഞാൻ മത്സരിക്കാനില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞ് അദ്ദേഹം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി നിന്നതിന് പിന്നിലും ഇതാണെന്ന് ചില കോൺഗ്രസ്സുകാരെങ്കിലും അടക്കം പറയുന്നുണ്ട്. അതായത് സമയമാകുമ്പോൾ സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡിൽ നിന്നും KC വേണുഗോപാൽ രംഗപ്രവേശം ചെയ്യുന്നു. അതായത് ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനം ചൊല്ലി തർക്കം മൂക്കുമ്പോൾ സമവായം എന്ന് പറഞ്ഞ് ഇതേ വരുന്നു KC വേണുഗോപാൽ. പിന്നെ പോരാത്തതിന് ഈ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു. ആ നേരത്തെ കേരളത്തിൽ അങ്ങനെ പലവട്ടം സംഭവിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രശ്നമല്ല. ഇതെങ്ങനെയുണ്ട് ബുദ്ധി? ഏതായാലും കോൺഗ്രസിൽ നടക്കുന്ന ഇത്തരം ചർച്ചകൾ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നറിയണമെങ്കിൽ 4-ാം തീയതി കഴിയണം. പക്ഷെ അതിനകത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞ ഗംഭീര ഒരു ഡയലോഗുണ്ട്. അതായത് 4-ാം തീയതി വോട്ടെണ്ണണം, വോട്ടെണ്ണി UDF-ന് ഭൂരിപക്ഷം കിട്ടണം.
ഇതൊക്കെ സംഭവിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച നടക്കും. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. സകലമായ നേതാക്കളും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളാരും ഇതിങ്ങനെ പരസ്യമായി ചർച്ച ചെയ്യരുത്, ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചർച്ചയ്ക്ക് ഒരു കുറവുമില്ല. ഇപ്പോൾ കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് ആ കമൻറ്റ് ബോക്സ് തുറന്ന് നോക്കണം. ഇതിൻ്റെ ചിരിച്ച് മനുഷ്യൻ്റെ ഊപ്പാട് വരും. സുധാകരനെ തെറി വിളിക്കുന്ന ഒരു ടീം, പിന്നെ കെ സി വേണുവിനെ അനുകൂലിക്കുന്നവർ. പക്ഷെ കൂടുതലും വി ഡി സതീശൻ അനുകൂലികളാണ്. അതായത് കമൻറ്റ് ബോക്സ് തൂക്കി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വി ഡി അനുകൂലികൾ അതിനകത്ത് കയറി നിരങ്ങുന്നുണ്ട്. വി ഡി ആയാലും എന്താ കുഴപ്പം, ഈ കണ്ട പണി മൊത്തം വി ഡി എടുത്തിട്ട് മണ്ണും ചാരി നിന്നവനെങ്ങനെ പെണ്ണിനെ കൊണ്ടുപോകും എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വി ഡി സതീശൻ്റെ ചിന്താവാ വിളിക്കുന്നുണ്ട്. വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷം ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ഈ കമൻറ്റ് ബോക്സിനിടയിൽ വന്ന് വിവരിക്കുന്നുണ്ട്. പിന്നെ സിംഹം എന്ന് വിളിച്ചിരുന്ന കെ സുധാകരനെ ഇന്നലെ വരെ വിളിച്ചവരെല്ലാം വന്നിരുന്ന് എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. അതായത് വി ഡി സതീശനുള്ള കലിപ്പ് മൂത്തിട്ടല്ലേ കെ സുധാകരൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്നലെ വരെ രമേശ് ചെന്നിത്തല യോഗ്യനാണെന്ന് പറഞ്ഞ കെ സുധാകരന് ഇന്നിപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പായസത്തിന് മധുരം കൂടിപ്പോയോ എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട്. ആയിരക്കണക്കിന് കമൻറ്റുകളാണ്. അതിനകത്ത് കൂടുതലും വി ഡി സതീശൻ അനുകൂലികളാണ്. ഏതായാലും വി ഡി സതീശൻ അനുകൂലികളുടെ ഈ അറ്റാക്ക് പേടിച്ച് മറ്റുള്ള നേതാക്കളൊന്നും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും നേതാക്കൾ തെരഞ്ഞെടുപ്പിൻ്റെ ആലസ്യത്തിലാണെങ്കിലും അണികൾ ആവേശഭരിതരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കെ മുരളീധരൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കണമല്ലോ. എന്തിനാ ഇപ്പോൾ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യം എന്താ? 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അഭിപ്രായം പറയാമല്ലോ. പറയാൻ യോഗ്യത ജനങ്ങൾ നൽകിയവർക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അതിന് പകരം ചില ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. മണ്ണും ചാരി നിന്നവൻ പെണ്ണു കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യത്തിന് മുരളീധരൻ ഉത്തരം പറഞ്ഞില്ല. പോവുമോ ഇല്ലയോ എന്ന് പുള്ളിക്കേണ്ട ഉത്തരം. പുള്ളി ഇതെല്ലാം ഒരുപാട് കണ്ടതാണല്ലോ. ഏതായാലും ഈ കണ്ടതൊന്നുമല്ല രാമ, ഇനിയാണ് കാണാനിരിക്കുന്നത് എന്ന് പണ്ടാരോ പറഞ്ഞിരിക്കുന്നത്. ഇടവേള മാത്രമായിട്ടുള്ളൂ. അത് മമ്മൂട്ടി ഏത് സിനിമയിൽ പറയുന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ല് മാത്രമായിട്ടുള്ളൂ. ഇനിയാണ് സിനിമ വരാൻ പോകുന്നത്. യഥാർത്ഥ സിനിമ ക്ലൈമാക്സ് എന്തായാലും അടി ഉറപ്പാണ്. പാക്കലാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.